അപ്പോൾ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറച്ച് പച്ചക്കറീൻ്റെ വിശേഷമാണെന്ന് പറയുന്നത് കേട്ടോ. പച്ചക്കറി ഈ വീഡിയോ പിടിക്കാൻ തുടങ്ങിയേക്കന്നെ മഴ തുടങ്ങിട്ടോ. മഴയും വെയിലും ഒക്കെ പാടായിട്ട് ഇങ്ങനെ ഒരു പിന്നെ കാണാൻ നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളടുത്ത് ഇവിടെ വഴുതനങ്ങയാണ് കേട്ടോ. വഴുതനങ്ങ പിന്നെ ഒരുപാടായി നമ്മൾ ഇതിൽ പിന്നെ പിന്നെ കായ ഉണ്ടാകാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ ഇത് അപ്പം തന്നെ ഇതിൽ ഈ അത് കണ്ടില്ലേ, ഇതിലൊക്കെ ഓരോ പുഴുക്കളാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇത് പൊളിക്കുമ്പോഴാണ് ഇപ്പോൾ അത് അറിയുള്ളൂ. ഞാൻ മഴയും പെയ്യുന്നുണ്ട്. സൈഡിലേക്ക് നിന്നിട്ട് ഞാനത് ശരിക്കും പൊളിച്ച് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു പുഴുവിൻ്റെ പണിയാണിത്. ഈ ഒരു ചെറിയൊരു വെള്ളം കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ പുഴു. അപ്പോൾ അത് നമ്മൾ ആ ഇല പാടം കണ്ട് ഇതെടുത്തിട്ട് അത് നശിപ്പിച്ച് കളഞ്ഞാൽ നമുക്ക് ഈ പിന്നെ ഇതിൻ്റെ ഈ ഒരുവിധം കേടൊക്കെ മാറി കിട്ടും. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ നമ്മളിപ്പോൾ അതിങ്ങനെ പിന്നെ നുള്ളിക്കളയുന്നത് മരുന്ന് അടിക്കാൻ നമ്മൾ തന്നെ ഉപയോഗിക്കല്ലേ നമ്മൾ. അപ്പോൾ അത് പിന്നെ കീടനാശിനിയൊന്നും ഉപയോഗിക്കാതെയാണ് നമ്മളിവിടെ പച്ചക്കറി ആണെങ്കിലും എന്താണെങ്കിലും ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ നുള്ളിക്കളയുന്നത്. ഇത് പിന്നെ കീടനാശിനിയൊക്കെ അടിക്കുകയാണെങ്കിൽ അതങ്ങനാണ്ട് ചത്തു പോകും കേട്ടോ. പിന്നെ നമ്മളിത് ഉപയോഗിക്കും വേണമല്ലോ. അതുകൊണ്ട് നമ്മൾ എന്തിതുണ്ടാക്കിയാലും ഒരു കീടനാശിനി ഇതിന് ഉപയോഗിക്കണില്ല കേട്ടോ. ഒക്കെ നമ്മൾ പിന്നെ ഇതുപോലെ പിന്നെ പുഴുക്കേട് കണ്ടിട്ടുണ്ടെങ്കിൽ അത് കളയുക, അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇത് ഇവിടെ കണ്ടില്ലേ, ഈ ഒരു പിന്നെ 2 പുഴുക്കളാണ് ഉള്ളത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ എടുക്കും, ഇങ്ങനെ ചവിട്ടി വെറുതെ കളയും. അപ്പോൾ അതിലുള്ള പുഴുക്കളൊക്കെയാണ് ചാവും കേട്ടോ. അല്ലാതെ നമ്മൾ പിന്നെ കീടനാശിനി ഉപയോഗിച്ചിട്ടൊന്നും ഇത് ഇതാക്കണില്ല എന്നുള്ളതാണ് ഞാൻ ആദ്യം പറയാനുള്ള കാരണം. അതാണ് കീടനാശിനി ഇപ്പോൾ ഒന്നാണ്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒക്കെ കൊണ്ട് പോകും, പിന്നെ ഒന്നോട്ട് വരില്ല. ഇവിടെ മുളക് കണ്ടില്ലേ, ഇത് കാന്താരി മുളകാണ് കേട്ടോ. ഒരുപാട് വലുപ്പമുള്ളൊരു മരമായിട്ടുണ്ട്. അത് ഇപ്പോഴും കായ്ച്ചിട്ടില്ല. എന്താണ് കായ്ക്കാത്തത് അത് അറിയില്ല. നീല കളറാണ് ഇതിന് കേട്ടോ. മരത്തിന് ഒരു നീല കളറാണ്. അതുപോലെ തന്നെ ഇവിടെ പിന്നെ കണ്ടില്ലേ, ഒരു ചീര, നല്ല വലുപ്പമുള്ള ചീരയാണ് കേട്ടോ. ഇവിടെ അതുപോലെ കാന്താരി പിന്നെ മുളക് നമ്മൾ ഒരുപാട് ഇവിടെ നട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ പിന്നെ ഈ ഭാഗത്തൊക്കെ നമ്മൾ കാന്താരി മുളകാണ് നട്ടിട്ടുള്ളത് കേട്ടോ. ഏലം ഉണ്ട്, പിന്നെ കർമ്മത്തി ഉണ്ട്, പപ്പായ കേട്ടോ. നമ്മളിവിടെ കർമ്മത്തി എന്നാണ് പറയാം. ഒരുപാട് പേരിൽ അറിയപ്പെടുന്നതാണിത്. അപ്പോൾ പപ്പായ എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ കർമ്മത്തി എന്നാണ് പറയാം. ഇത് ഈ ചോറിലൊക്കെ ഇടുന്ന ചോറ്റോലാണ് കേട്ടോ. പിന്നെ ഇവിടെ കരിമ്പിൻ്റെ തൈയുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ കവുങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ. കവുങ്ങ് വെച്ച് പിന്നെ അതുപോലെ നമ്മളെ പിന്നെ ഈ ഒരു തെങ്ങ് ആദ്യമായിട്ട് കായ്ച്ചാണ് കേട്ടോ. പിന്നെ ആദ്യമായിട്ടുള്ള പൂവാണത്. ഒരു പൂക്കല കണ്ടില്ലേ, ഒരു 8-10 അച്ചിങ്ങായ്മ കാണുന്നുണ്ട്. ഒക്കെ പിടിക്കുമെന്നറിയില്ല. പുതിയതായിട്ടുണ്ടാകുമ്പോൾ ശരിക്കും കൊഴിഞ്ഞ് പോകലാണ്. പക്ഷേ ഉണ്ടാവില്ലെന്നറിയില്ല. നമ്മളെല്ലാം നനച്ച് കൊടുക്കണമൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ തെങ്ങിന് ആരും നനക്കലില്ല. പക്ഷേ നമ്മളിവിടെ കുറച്ച് തെങ്ങുണ്ടായതുകൊണ്ട് പിന്നെ നനക്കണമെന്നുള്ളൂ. നനച്ചാൽ നല്ല കായ്ഫലം ഉണ്ടാവും. നനക്കാൻ പറ്റുമെങ്കിൽ നനക്കാം. ഈ ഇടയിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ തെങ്ങ് പിന്നെ ഉണങ്ങി പോവുകയും ചെയ്യും കേട്ടോ. നമ്മളിവിടെ തൈ വെച്ചിട്ടുണ്ട് തെങ്ങിൻ്റെ. പിന്നെ ഇവിടെ കറിവേപ്പ് മരമുണ്ട്. അതേമാതിരി തന്നെ ഇവിടെ ഇത് കണ്ടില്ലേ, ഈ ഭാഗത്ത് ഇത് പിന്നെ കറുകപ്പട്ടൻ്റെ മരമാണ് കേട്ടോ. നല്ല കായകളുണ്ട്, കായ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ മഞ്ഞൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇഞ്ചി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളെ പിന്നെ പടവലങ്ങ കേട്ടോ. പടവലങ്ങൻ്റെ കാലമൊക്കെ കഴിഞ്ഞ് ഇനി അതിൻ്റെ വേരൊക്കെ നമുക്ക് പിന്നെ പറിച്ച് കളയേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ പിന്നെ അതൊക്കെയാണ് പറിച്ച് കളയുക. അതുപോലെ തന്നെ പിന്നെ നമ്മളെ പിന്നെ ഇതുണ്ടല്ലോ, ഈ പിന്നെ കോവക്ക ഇത് കണ്ടില്ല, ഇവിടെ കായ്ച്ചിട്ടുണ്ട് കോവക്ക കേട്ടോ. അതിനൊക്കെ ഒന്ന് വളമൊക്കെ എടുത്തിട്ട് കോവക്കൊക്കെ ഒന്ന് ഷാറാക്കിയിട്ട് പിന്നെ പടവലത്തിൻ്റെ ഇത് പറിക്കും വേണം. പിന്നെ ഇവിടെ ഒരു ചീര ഉണ്ട്, ചായ മനസ്സാന്ന് പറയും കേട്ടോ.
അത് ഈ കാനലായിട്ട് അത്ര ഒരു ഉഷാറാവണില്ല. പിന്നെ പടവലങ്ങ എപ്പോഴും കായ്ക്കണമൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ചെറിയ പിന്നെ ഇത് കണ്ടില്ലേ, ഇവിടെയൊക്കെ ഇങ്ങനെ ഇതിന്മേൽ ഉണ്ടാവണുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും ഉഷാറാക്കിയിട്ട് ഈ പന്തലിടാൻ തന്നെ കാരണം ഈ കോവക്ക ഇതിന്മേൽ വളർത്താൻ നിർത്തിയിട്ടാണ് കേട്ടോ. പടവലങ്ങ പെട്ടെന്നാണ് പോകും, കോവക്ക അതേമാതിരി പോകില്ലല്ലോ. കോവക്ക പിന്നെ നമ്മൾ പരിചരിക്കണ അത്രയും കാലം അത് നിൽക്കും കേട്ടോ. എത്ര വർഷം വേണമെങ്കിലും നമ്മളെ പരിചരണത്തിൻ്റെ ഇതുപോലെയാണ് ഈ കോവക്കൻ്റെ പിന്നെ കാഫലം തരലും പിന്നെ അത് പിന്നെ ചെടി നിലനിൽക്കലൊക്കെ. പിന്നെ ഇവിടെ പച്ചമുളകിൻ്റെ ഇതുണ്ട്. പച്ചമുളക് എന്ന് പറഞ്ഞാൽ വറ്റൽ മുളക്, അതിൻ്റെ തൈകളുണ്ട് ഇവിടെ. ഇവിടെ അതിങ്ങനെ ഇഞ്ചിയാണ് നട്ടിട്ടുള്ളത് കേട്ടോ. ഇഞ്ചി ഇവിടെ ഇത് ഇടില്ലേ, ഇവിടെയൊക്കെ ഇഞ്ചിയാണ്. ഈ ഭാഗത്ത് മൊത്തം ഇങ്ങനെ ഇഞ്ചി, പിന്നെ ഇവിടെ ഇഞ്ചിയാണ് കേട്ടോ. നമ്മൾ ഒരു വലിയ 2 ഏരി ഇഞ്ചി നട്ടിട്ടുണ്ട് വേണ്ടില്ലേ. ഈ ഭാഗത്തൊക്കെ ഇഞ്ചിയാണ്, ഇതും ഇഞ്ചിയാണ്. ഈ ഇഞ്ചിൻ്റെ ഇടയിൽ നമ്മൾ പയറും ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. പയർ ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ. പിന്നെ അതേമാതിരി ഇവിടെ കൈപ്പക്കൻ്റെ ഒരു മരമുണ്ട്. പിന്നെ ഇവിടെ വെണ്ടയ്ക്കയാണ് കേട്ടോ ഉള്ളത്. വെണ്ടക്കൻ്റെ ഏകദേശമൊക്കെ കുറച്ച് തീരാനായിട്ടുണ്ട്, ഇതിൻ്റെ കാലാവധി ഏകദേശം തീരാനായിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടെ പൂവ് ഇടണമുണ്ട് കേട്ടോ. ഇതിലൊക്കെ ഇതിൻ്റെ വെണ്ടയ്ക്ക ഇന്നലെ ഒന്ന് പറിച്ചു കഴിഞ്ഞ് നാളെ ഒന്നരാടട്ടാണ് ഇത് പറിക്കൽ. ഇവിടെ ജർജീറാണ് കേട്ടോ, നമ്മൾ കപ്സിൻ്റെ കൂട്ടത്തിലൊക്കെ കഴിക്കുന്ന ഒരു ഇലയാണത്. അത് പിന്നെ ജർജീർ എന്ന് പറയുന്നത് അതുണ്ട് ഇവിടെ. പിന്നെ വെണ്ടയ്ക്ക ഇവിടെ പറിക്കാനായിട്ടുണ്ട് കേട്ടോ. നാളെ പറിക്കുള്ളത്, ഇന്നിങ്ങനെ പറിക്കൊന്നുമില്ല. അപ്പോൾ പിന്നെ ഇവിടെ വഴുതനങ്ങ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇഞ്ചി, കവറിൽ ഇഞ്ചി നട്ടിട്ടുണ്ട്. ഈ ഭാഗത്ത് ഇങ്ങനെ മൊത്തം കവറിൽ നമ്മൾ പിന്നെ വെണ്ടയ്ക്കാണ് നട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇത് കുറ്റിക്കുരുമുളകാണ് കേട്ടോ. ഇത് നമ്മൾ പിന്നെ വേര് ഈ ചട്ടിയിൽ തന്നെ ഇങ്ങനെ ഇത് പിന്നെ ഇതിൽ തന്നെ വളർന്ന് ഉണ്ടാവണതാണ് കേട്ടോ ഈ കുറ്റിക്കുരുമുളക്. ഇതിനുള്ള പ്രശ്നം നമ്മൾ ഇതുണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ ഒരു ഇതുണ്ടാവണം. ഇത് നമ്മൾ എപ്പോഴും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അത് വളർച്ച മുരട്ടിക്കും കേട്ടോ. ഇതിന് നല്ല താങ്ങുകാല് വേണം, അല്ലെങ്കിൽ ഈ ഭാഗത്ത് പൊട്ടി പിന്നെ പോകാൻ സാധ്യതയുണ്ട്. ഇത് നമ്മൾ ഈ തിപ്പല്ലി ഇതിൽ ബെഡ് ചെയ്തതാണ് ഈ പിന്നെ കുറ്റിക്കുരുമുളക്. അതാണ് അവിടുന്ന് വേറെ ഒരു ഇതുണ്ടാവണം കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ ഇത് കണ്ടില്ല, ചെറിയ വഴുതനങ്ങ ഉണ്ടാവണുണ്ട്, പൂവിടുന്നുണ്ട്. ഇത് നമ്മൾ പിന്നെ നല്ല പിന്നെ ഇതിങ്ങനെ നോട്ടുണ്ടായതുകൊണ്ട് പിന്നെ വളമൊക്കെ ഇതിൽ കറക്റ്റിൽ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. അത് എപ്പോഴും പൂവാണ് ഇതിന്. നമ്മൾ പിന്നെ ഈ പുഴുക്കേടൊന്ന് ശ്രദ്ധിച്ചാൽ മതി, എന്നാൽ നമുക്ക് നല്ല പിന്നെ വിളവ് എപ്പോഴും തരുന്നത്. പിന്നെ ഇവിടെ ചീരയാണ് കേട്ടോ. ചീര ഇട്ടിട്ടുണ്ട് ഇവിടെ. 10 മണി ഒക്കെ നല്ല ഉഷാറായിട്ട് 10 മണി നല്ല ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇവിടെ മുളകുണ്ട് കേട്ടോ. മുളക് പിന്നെ അത് വറ്റൽ മുളകാണ് കേട്ടോ. അത് നല്ല പിന്നെ കായ ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ ഇപ്പം ഇങ്ങനെ മഴ പെയ്തിട്ട് നനഞ്ഞിരിക്കാം കേട്ടോ. പിന്നെ ഇവിടെ ഫുള്ള് ചീരയാണിത്. ചീരൻ്റെ കൂട്ടത്തിൽ ഇവിടെയും വഴുതനങ്ങ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇത് പച്ച വഴുതനങ്ങയാണ് ഇതിന്മേൽ ഉണ്ടാവുന്നത്. ഈ വഴുതനങ്ങ ഒരുപാട് വഴുതനങ്ങ ഇതിന്മേൽ പറിച്ചതാണ് കേട്ടോ. പിന്നെ ഇവിടെ ചീര ഉണ്ടില്ല, ചീര നമ്മളിങ്ങനെ പറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചീര നല്ല ഉഷാറായിട്ടുണ്ടാവുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 2-3 പ്രാവശ്യം പറിച്ചാണ് കേട്ടോ. ഇത് വ്ളാത്താങ്കര ചീര എന്ന് പറഞ്ഞൊരു ചീരയാണിത്. പിന്നെ നല്ല കാഫലം തരുന്ന പിന്നെ നല്ല നമുക്ക് പിന്നെ പൂവ് ഇടാനൊക്കെ ഒരുപാട് താമസം ഉണ്ടാവും കേട്ടോ. അങ്ങനത്തെ ഒരു പ്രത്യേക പിന്നെ ചീരയാണിത്. നല്ല വിളവ് കിട്ടുന്നുണ്ട് ഇതിട്ട്. പിന്നെ നമ്മളത് മരട് പാകാവോളം ഇത് പറിച്ച് പിന്നെ വലുതാവുന്നതിനനുസരിച്ച് ഇങ്ങനെ നമ്മൾ പിന്നെ കട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യണം കേട്ടോ. ഏകദേശം നമ്മളിതൊക്കെ പിന്നെ കട്ട് ചെയ്ത് പറിച്ച് മരട് പാകമായിട്ടുണ്ട്. ഇനിയുള്ളത് നമ്മൾ കട്ട് ചെയ്യാം കേട്ടോ. ഈ ഭാഗത്തൊക്കെ അവർക്ക് കുറച്ച് പിന്നെ വിളവ് വലിപ്പം കുറവുണ്ട്. ആ ഭാഗത്തൊക്കെ നല്ല ഉഷാറായിട്ടുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക. ചെറിയൊരു പച്ചക്കറി പിന്നെ ഒക്കെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൻ്റെ ഒരു വിശേഷമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇടയിലുള്ള ബെല്ലൈക്കണൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും ചെയ്യും. ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ
കൂട്ടുകാർക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒന്നും നീട്ടിക്കൊണ്ടൊന്നുമില്ല. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാവർക്കും നമസ്കാരം.